أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله عالم غيب السماوات والأرض إنه عليم بذات الصدور. هو الذي جعلكم خلائف في الأرض فمن كفر فعليه كفره ولا يزيد الكافرين كفرهم عند ربهم إلا مقتا ولا يزيد الكافرين كفرهم إلا خسارا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1510 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 35-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിറിലെ 38-39 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله عالم غيب السماوات والأرض إنه عليم بذات الصدور. هو الذي جعلكم خلائف في الأرض فمن كفر فعليه كفره ولا يزيد الكافرين كفرهم عند ربهم إلا مقتا ولا يزيد الكافرين كفرهم إلا خسارا. صدق الله العلي العظيم. സൂറത്ത് ഫാത്തിറിലെ 38-39 ആയത്തുകളാണ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ അംഗീകരിക്കാൻ കൂട്ടാക്കാതിരിക്കുന്ന, അതിനെ ദൈവിക വെളിപ്പാടുകൾ ആയിട്ട്, ദൈവിക ഗ്രന്ഥമായിട്ട് മനസ്സിലാക്കാൻ സന്നദ്ധരാവാതെ അതിനോട് പുറംതിരിഞ്ഞു പോകുന്ന, നിഷേധിക്കുന്ന ആളുകൾ, അവര് ചെന്നു ചേരാൻ പോകുന്നത് നരകാഗ്നിയിലാണ്. അവിടെ അവരുടെ കാര്യം അങ്ങ് തീർന്നു പോവുകയില്ല. ഒരു മരണം സംഭവിച്ച് പൂർണ്ണമായും അവരെന്നേക്കുമായി ഇല്ലാതാവും എന്നൊരവസ്ഥ അവരുടെ കാര്യത്തിൽ സംഭവിക്കുന്നതല്ല. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹ, അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശിക്ഷയ്ക്ക് എന്തെങ്കിലും കുറവ് അനുഭവപ്പെടുന്ന ഒരവസ്ഥയും, ഒരു ലഘൂകരിക്കലൊന്നും ഉണ്ടാവില്ല. ഈ വിധത്തിലാണ് നിഷേധികൾക്ക് നാം പ്രതിഫലം നൽകാൻ പോകുന്നത് എന്ന് അള്ളാഹു വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം വായിച്ച ഭാഗത്ത് നമ്മൾ കാണുകയുണ്ടായി. നരകത്തിൽ എറിയപ്പെട്ട അവസ്ഥയിൽ അവര് ആർത്ത് കരയുന്ന ഒരു കാര്യം റബ്ബന അഖ്രിജ്ന നഅമൽ സാലിഹ എന്നാണ്. ഞങ്ങളുടെ നാഥ, ഞങ്ങളെ നീ ഇവിടുന്ന് ഒന്ന് പുറത്തു കിടക്കാൻ അനുവദിക്കണം, ഞങ്ങള് സുകൃതം ചെയ്യാം. അല്ലദീ ഗൈറല്ലദീ കുന്നാ നഅമൽ, നേരത്തെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന വിധത്തിലുള്ളതല്ല, ശരിക്കും നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാം, ഞങ്ങളെ ഒന്ന് ഇവിടുന്ന് പുറത്തു കിടക്കാൻ അനുവദിക്കണം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അതിനോടുള്ള ഒരു പ്രതികരണമായിട്ട് പറഞ്ഞത്, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വേണ്ട വിധം മനസ്സിലാകാൻ മാത്രമുള്ള ആയുർദൈർഘ്യം നാം നൽകുകയുണ്ടായിട്ടില്ലേ എന്നാണ്. മാത്രമല്ല, നിങ്ങൾക്കൊരു താക്കീതുകാരനും നിങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതിന്, ഉണർത്തുന്നതിന് ഒരു താക്കീതുകാരനും നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് അവസരം ഒട്ടും അവശേഷിക്കുന്നില്ല. നിങ്ങൾ വേണ്ട വിധം ആസ്വദിച്ചുകൊള്ളൂ. നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യും എന്നൊരു പ്രതീക്ഷയും നിങ്ങൾ വെച്ച് പുലർത്തേണ്ടതില്ല എന്നാണ് വളരെ കർക്കശമായ രീതിയിൽ അവരോട് അള്ളാഹു ആ ഘട്ടത്തിൽ പറയുക എന്ന കാര്യം നമ്മൾ
കഴിഞ്ഞ ദിവസം പഠന വിധേയമാക്കിയ ആയത്തുകളിൽ കാണുകയുണ്ടായി. അപ്പൊ ഇതിന്റെ പശ്ചാത്തലം നമ്മൾ നേരത്തെ വ്യക്തമാക്കിയതാണ്. വിശുദ്ധ ഖുർആനാണ് വിഷയം. അള്ളാഹുവിന്റെ പ്രവാചകന് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തിരിക്കുന്ന ദിവ്യ വെളിപ്പാടുകളിലൂടെയായിട്ട് അവതരിപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഈ വേദഗ്രന്ഥം പൂർവിക പ്രവാചകന്മാര് എല്ലാവരും തന്നെ അവതരിപ്പിച്ചിരിക്കുന്ന ജീവിത ദർശനത്തെ സത്യപ്പെടുത്തുന്ന വിധത്തിലുള്ളതാണ്. ഇത് അള്ളാഹുവിന്റെ കൃത്യമായ അറിവിന്റെയും വ്യക്തമായ മനുഷ്യനെ കുറിച്ചുള്ള അവന്റെ കൃത്യമായ ധാരണയുടെയും അടിസ്ഥാനത്തിലാണ് അവന് ഈ ജീവിത മാർഗദർശനം അവതരിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ പ്രവാചകന്മാർക്കൊക്കെയും നൽകിയിട്ടുണ്ടായിരുന്നത് ഇതേ മാർഗദർശനം തന്നെയാണ്. അതിനെ തുടർന്ന് ഈ വേദഗ്രന്ഥത്തിന്റെ അനന്തരാവകാശികളായിട്ട് ചിലരെ നാം പ്രത്യേകമായി തെരഞ്ഞെടുത്തിരിക്കുന്നു. അവര് പക്ഷെ അവരുടെ കൂട്ടത്തിൽ ആത്മദ്രോഹം ചെയ്യുന്ന ആളുകളുണ്ട്, മിതവർത്തികളായിട്ട് പോകുന്ന ആളുകളുണ്ട്, നന്മയിൽ വലിയ മത്സര്യ ബുദ്ധിയോടുകൂടി മുന്നേറുന്ന തരം ആളുകളും ഉണ്ട്. ഇതാണ് വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്ന അതിന്റെ അനന്തരാവകാശികളായിട്ട് അള്ളാഹു നിശ്ചയിച്ച ആളുകളുടെ വ്യത്യസ്തമായ ഗ്രേഡുകൾ അല്ലെങ്കിൽ തലങ്ങൾ എന്നത് ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായി. അതിനുശേഷമാണ് വിശുദ്ധ ഖുർആനെ അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത, അതിനെ കളവാക്കി തള്ളിയ ആളുകൾ അവര് എന്തവസ്ഥയിലാണ് ഉണ്ടാവുക എന്ന കാര്യമൊക്കെ ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. അതിന്റെ മുമ്പ് സാബിഖും ബിൽ ഖൈറാത്ത് ബിഇദ്നില്ല എന്ന വിധത്തില് നന്മയിൽ മുന്നേറുന്ന വിശുദ്ധ ഖുർആൻ അതിന്റെ അനന്തരാവകാശം ഏൽപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് അതിന്റെ പിൻബലത്തില് നന്മയിൽ മുന്നേറുന്ന നിലപാടുകളും പ്രവർത്തനവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയ ആളുകൾ അവര് ഏത് തരത്തിലുള്ള പ്രതിഫലമാണ് ഏറ്റുവാങ്ങാൻ പോകുന്നത് എന്ന കാര്യം വിശദാംശങ്ങളോടുകൂടി തന്നെ പ്രതിപാദിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഈ നിഷേധികളുടെ കാര്യം അള്ളാഹു വ്യക്തമാക്കുകയുണ്ടായത്. അതിന്റെ തുടർച്ചയായിട്ട് അള്ളാഹു ചില കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കുകയാണ് നമ്മൾ ഇന്ന് വായിച്ച ആയത്തുകളിലായിട്ട്. നിശ്ചയമായിട്ടും അള്ളാഹു ഈ വിധത്തിലുള്ള നടപടികൾ ചെയ്യുന്നത് അവന്റെ സൃഷ്ടിപ്രപഞ്ചവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ സകല മേഖലകളിലെയും രഹസ്യവും പരസ്യവുമായ മുഴുവൻ കാര്യങ്ങളും അവന് അറിയാം എന്ന ഈ അടിത്തറയിൽ നിന്നുകൊണ്ടാണ്. അവന്റെ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെയും അള്ളാഹു നിർവഹിക്കുന്നത്. അതിലെ അനീതിയുടെ അക്രമത്തിന്റെ ഒരു തരിമ്പും പോലും ആർക്കും കാണാൻ സാധിക്കില്ല. കാരണം കൃത്യമായി രഹസ്യവും പരസ്യവുമായ സകല സംഗതികളും സസൂക്ഷ്മം അറിയുന്ന ആ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് അവന്റെ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ അവൻ നിർവഹിക്കുന്നത് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകൾ നോക്കാം. ഇന്നല്ലാഹ ആലിമു ഗൈബിസ് സമാവാതി വൽ അർദ്. നിശ്ചയമായിട്ടും അള്ളാഹു അവൻ ആലിമാണ്, അറിവുള്ളവനാണ്. എന്തൊക്കെയാണ്? ഗൈബിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അദൃശ്യമായ മറഞ്ഞു കിടക്കുന്ന നിഗൂഢമായ സകല കാര്യങ്ങളും അറിയുന്നവനാണ് അള്ളാഹു. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏത് നടപടിക്രമവും കുറ്റമറ്റതാണ്. ആർക്കും അതിലൊരു പിഴവോ പോരായ്കയോ അധികമായെന്നോ കുറഞ്ഞു പോയെന്നോ എന്നൊന്നും പറയാൻ കഴിയുന്ന വിധത്തിലല്ല. കാരണം അവൻ അത് നടപ്പിലാക്കുന്നത് രഹസ്യവും പരസ്യവുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള സമ്പൂർണമായ അറിവോടുകൂടിയാണ്. ഇന്നല്ലാഹ ആലിമു ഗൈബിസ് സമാവാതി വൽ അർദ്. സമാവാത്തു വൽ അർദ് എന്നതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ സൃഷ്ടിപ്രപഞ്ചം എന്ന് മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ മുഴുവൻ സൃഷ്ടി ലോകവും അടങ്ങിയ ഇനി പ്രപഞ്ചങ്ങളുണ്ട് എന്നാണ് ശാസ്ത്രം മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ചില അനുമാനങ്ങളൊക്കെ ഉണ്ടല്ലോ.
ആ ഒരു ധാരണയിലാണെങ്കിൽ അതും ഉൾപ്പെടുന്നതാണ് ആ പ്രയോഗം. അള്ളാഹു ആകാശങ്ങളിലെയും ഭൂമിയിലെയും മറിഞ്ഞു കിടക്കുന്ന സകല കാര്യങ്ങളും അറിയുന്നവനാണ്. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ. അതിനും അപ്പുറത്തേക്ക് നെഞ്ചകങ്ങളിലുള്ള രഹസ്യങ്ങൾ വരെ അവൻ അറിയാം. ആകാശങ്ങളിലും ഭൂമിയിലുള്ളത് തീർച്ചയായിട്ടും അതിനൊരു ദൃശ്യത ഉണ്ടാകും, ഒരു വിസിബിലിറ്റി ഉണ്ടാകും. എന്നാൽ വിസിബിലിറ്റിയുടെ ഒരു സാധ്യതക്കപ്പുറത്തുള്ളതാണ് നെഞ്ചകങ്ങളിലുള്ളത്. അപ്പൊ മനസ്സിൽ ഒരാളും അറിയാതെ ഓരോരുത്തരും ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയുന്നവനാണ് അള്ളാഹു. അള്ളാഹുവിന്റെ ഒരു നടപടി ഉണ്ടാകുമ്പോ ഈ കാര്യങ്ങളൊക്കെയും അറിയുന്ന ഒരാൾ നിർവഹിക്കുന്ന ഒരു സംഗതിയുടെ ഒരു പെർഫെക്ഷൻ അതിനുണ്ടാകും. ഒരാളെ കുറിച്ച് നമുക്ക് ഭൗതിക ലോകത്ത് എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ടോ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു കോടതി വിധി ഉണ്ടാകുന്നത്, ഒരു വിഷയം വിലയിരുത്തിക്കൊണ്ട് ഒരു ന്യായാധിപൻ വിധി കൽപ്പിക്കുന്നത് അതിലെ പ്രത്യക്ഷമായ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. മറഞ്ഞു കിടക്കുന്ന നിഗൂഢമായ രഹസ്യമായ കാര്യങ്ങളൊന്നും അറിയാനുള്ള സംവിധാനം ന്യായാധിപനില്ല, അത് പരിഗണനയ്ക്ക് വിധേയമാവുന്നുമില്ല. കോടതിയുടെ മുന്നിൽ സമർപ്പിക്കപ്പെടുന്ന വിലയിരുത്തപ്പെടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിധി പ്രസ്താവം ഉണ്ടാവുക. അത് തന്നെ നമുക്കറിയാവുന്ന വിധത്തില് അതിനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടും ധിക്കാരപരമായും ഒക്കെ വിധി നടത്തുന്ന ന്യായാധിപന്മാരൊക്കെ ഉണ്ട്. അതവിടെ ഇരിക്കട്ടെ. പ്രത്യക്ഷത്തില് ന്യായാധിപന്മാര് നിർവഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള വിധി പ്രസ്താവനയാണ്. എന്നാൽ ഇവിടെ അള്ളാഹു ഈ വിശുദ്ധ ഖുർആന്റെ അനന്തരാവകാശികളായ ആളുകളുടെ കാര്യത്തിലും വിശുദ്ധ ഖുർആനെ പുറംകാലുകൊണ്ട് തട്ടിക്കളഞ്ഞ നിഷേധികളുടെ കാര്യത്തിലും ഒക്കെ സ്വീകരിക്കുന്ന നടപടികൾ അത് പൂർണ്ണമായും നീതിയിൽ അധിഷ്ഠിതമായതാണ് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. കാരണം അതില് പ്രത്യക്ഷത ഉള്ള കാര്യങ്ങൾ മാത്രമല്ല പരിഗണിക്കപ്പെടുന്നത്, ഓരോരുത്തരുടെയും മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പോലും അറിയുന്നവനായിക്കൊണ്ടാണ് ഈ വിധി, ഈ തീരുമാനം അള്ളാഹു സ്വീകരിക്കുന്നത് എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്ന കാര്യം. ഇന്നല്ലാഹ, നിശ്ചയമായിട്ടും അള്ളാഹു ആലിമു ഗൈബി സമാവാത്തി വൽ അർള്, സമാവാത്തു വൽ അർദിലെ ഗൈബ്, അദൃശ്യമായ അല്ലെങ്കിൽ മറഞ്ഞു കിടക്കുന്ന രഹസ്യമായ നിഗൂഢമായ പ്രത്യക്ഷത്തിലില്ലാത്ത സംഗതികൾ വരെ സസൂക്ഷ്മം അറിയുന്നവനാണ് തീർച്ചയായിട്ടും അല്ലാഹു. എന്നല്ല, ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, നെഞ്ചകങ്ങളിലുള്ളതും അറിയുന്നവനാണ് അവൻ. സ്വദർ എന്ന് പറഞ്ഞ നെഞ്ചാണ്, ഹൃദയം ഒക്കെ നിലക്കൊള്ളുന്ന ആ ശരീരഭാഗം. അപ്പോ മനുഷ്യ മനസ്സില് ഓരോരുത്തരും ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള, മറ്റുള്ളവരുമായി പങ്കിടാതെ വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ, ഈ രഹസ്യങ്ങൾ വരെ അറിയുന്നവനാണ് അള്ളാഹു എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. അപ്പോ ചില കാര്യങ്ങളുടെ എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ട് മറിച്ചായില്ല എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടി വരുന്ന സംഭവങ്ങളൊക്കെ ചരിത്രത്തിലുണ്ടാവും. ഉദാഹരണത്തിന് ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം യഥാർത്ഥത്തില് മക്ക വിജയത്തിനോടനുബന്ധമായി ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ പിതാവിനോടൊപ്പം അബൂജഹലിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരില് ദീർഘകാലം അദ്ദേഹത്തെയും അനുയായികളെയും ദ്രോഹിച്ചുകൊണ്ടൊക്കെ നിലക്കൊണ്ട ആളാണ്. പക്ഷെ പിന്നീട് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരികയാണ്. അപ്പൊ ഇതില് നമ്മൾ കാണുന്ന ചരിത്രപരമായ ഒരു ആ സംഭവത്തെ വിലയിരുത്തി നോക്കുമ്പോൾ എന്തുകൊണ്ട് ഇക്രിമക്ക് അള്ളാഹുവിന്റെ പ്രവാചകനാകാൻ അവസരമുണ്ടായി, അയാളുടെ പിതാവിന് എന്തുകൊണ്ട് അങ്ങനെ അവസരം ഉണ്ടായില്ല എന്നൊക്കെ നമുക്ക് ആലോചിക്കാം.
രണ്ടാളും ഇക്കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പകയും വിദ്വേഷവും ശത്രുതയും ഒക്കെ കാണിക്കുന്നതിൽ പറയത്തക്ക വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിലൊരാൾ നരകത്തിലേക്ക് ചെന്ന് പതിക്കുന്ന വിധത്തിലുള്ള അക്രമിയായിക്കൊണ്ടാണ് മരിച്ചു പോകുന്നത്, കൊല്ലപ്പെടുകയാണ്. മറ്റേയാൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആ ആദർശപാതയിലേക്ക് വരാൻ അവസരം ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയുള്ള നടപടികൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് അതിനുള്ള ചില കരുനീക്കങ്ങൾ അള്ളാഹു നടത്തുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ജ്ഞാനത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. രണ്ടുപേരുടെയും മനസ്സിലെ നിലപാടുകള് അവര് രഹസ്യമായി കൊണ്ടു നടന്നിരുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നവനാണല്ലോ അള്ളാഹു. അപ്പൊ മനസ്സിൽ ശത്രുത അതുപോലെ പകയും വിദ്വേഷവും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും മനസ്സിന് ഇളക്കം തട്ടിയിട്ടുണ്ടാവാൻ ഇടയുണ്ട്. വിശ്വാസപരമായ ഒരു ചായ്വ് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടാവാനൊക്കെ ഇടയുണ്ട്. ഇതറിയുന്നവനാണ് അള്ളാഹു. അള്ളാഹുവിന്റെ നടപടിക്രമങ്ങള് ഈ കാര്യങ്ങൾ കൂടി അറിഞ്ഞുകൊണ്ടുള്ളതാണ് എന്നതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുക. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്നത് നോക്കുക. ഹുവല്ലദീ ജഅലകും ഖലായിഫ ഫിൽ അർദ്. നിശ്ചയമായിട്ടും അവനാണ്, അള്ളാഹുവാണ് നിങ്ങളെ നാട്ടിൽ അല്ലെങ്കിൽ ഭൂമുഖത്ത് അവന്റെ ഖലീഫമാരായി, ഖലായിഫായിട്ട്, പ്രതിനിധികളായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ഹുവല്ലദീ ജഅലകും, അവനാണ് നിങ്ങളെ നിയോഗിച്ചയച്ചിരിക്കുന്നത്. ഖലായിഫ ഫിൽ അർദ്, ഭൂമിയിൽ പ്രതിനിധികളായിക്കൊണ്ട്. ഖലീഫയുടെ ബഹുവചനാണിത് ഖലായിഫ്. അപ്പോ ഖലീഫ ആയിട്ട്, പ്രതിനിധികളായിട്ട് ഭൂമിയിലേക്ക് നിങ്ങളെ നിയോഗിച്ചയച്ചിരിക്കുന്നത് അവനാണ്. ഫമൻ കഫറ, ആ ഒരു അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആരാണോ അവിശ്വാസിയായി മാറുന്നത്, നിഷേധിയായി മാറുന്നത്, ഫഅലൈഹി കുഫ്റുഹു, ആ നിഷേധത്തിന്റെ ഭവിഷ്യത്ത് അയാൾക്ക് തന്നെയാണ്, വേറൊരാൾക്കുമല്ല. അതിന്റെ ദ്രോഹം അയാൾക്ക് തന്നെയാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ആ കേസിലും ഈ ചിത്രം കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന നിലക്ക് രംഗത്ത് വന്നപ്പോ അതിനെതിരിൽ അതിഭീകരമായ വിധത്തിൽ ശത്രുത കാണിച്ചുകൊണ്ട് സമൂഹത്തില് രംഗത്ത് വന്ന ആളാണ് അബൂജഹൽ. അതിന്റെ ദുരന്തം മുഴുവനായിട്ടും അയാൾ ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. എന്നാൽ അള്ളാഹു അദ്ദേഹത്തിന്റെ മകന് സത്യമാർഗത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഏതൊരു കാരണത്താലാണോ നിഷേധത്തിന്റെ ഭവിഷ്യത്ത് ഏറ്റുവാങ്ങാൻ അബൂജഹലിന് അള്ളാഹു സാഹചര്യം ഒരുക്കിയിട്ടുള്ളത്, സമാനമായ വിധത്തില് വിശ്വാസത്തിന്റെ പാതയിലേക്ക് കടന്നു വരാൻ അയാളുടെ മകന് അള്ളാഹു ഒരു അവസരം ഉണ്ടാക്കിയതിനും ചില ന്യായങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് അള്ളാഹുവിന്റെ അറിവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. ആരാണ് സത്യവിശ്വാസ മാർഗം അവലംബിക്കാൻ അർഹതയുള്ളവൻ, ആരാണ് അതിനൊട്ടും അർഹതയില്ലാതെ മരിച്ചു പോവേണ്ടവൻ എന്നതൊക്കെ കൃത്യമായിട്ട് അള്ളാഹുവിന്റെ വിലയിരുത്തലില് വ്യക്തതയുള്ള അറിയുന്ന കാര്യമാണ്. ഹുവല്ലദീ ജഅലകും ഖലായിഫ ഫിൽ അർദ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമകാലികരായ ഒരു സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അള്ളാഹു ഇവിടെ ഈ പറയുന്നത്. ഹുവല്ലദീ ജഅലകും, അവനാണ് നിങ്ങളെ പ്രത്യേകമായി നിശ്ചയിച്ചിരിക്കുന്നത്. ഖലായിഫ ഫിൽ അർദ്, നാട്ടിൽ അല്ലെങ്കിൽ ഭൂമിയിൽ അവന്റെ പ്രതിനിധികളായിക്കൊണ്ട് നിലക്കൊള്ളാൻ. ഫമൻ കഫറ, എന്നിട്ട് ആ അവസരം നിഷേധിയാവാനാണ് ആരെങ്കിലും പ്രയോജനപ്പെടുത്തുന്നതെങ്കിൽ ഫഅലൈഹി കുഫ്റുഹു, അതിന്റെ ഭവിഷ്യത്ത്, അതിന്റെ ദുരന്തം അയാൾക്ക് മാത്രമാണ്. വലാ യസീദുൽ കാഫിരീന കുഫ്റുഹും ഇൻദ റബ്ബിഹിം ഇല്ലാ മഖ്ത.
നിഷേധികളുടെ ഈ നിഷേധമുണ്ടല്ലോ, സത്യം മറച്ചു വെക്കലും തള്ളിക്കളയലും നിഷേധിക്കലും കളവാക്കലും ഒക്കെ, അത് നിഷേധികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യം അത് വർദ്ധിപ്പിക്കുന്നില്ല, അധികരിപ്പിക്കുന്നില്ല. ഇന്ദ റബ്ബിഹിം, അള്ളാഹുവിന്റെ അടുക്കല്, ഇല്ലാ മഖത്തല്ലാതെ, അള്ളാഹുവിന്റെ കോപവും അതുപോലെ വെറുപ്പുമല്ലാതെ, ശാപവുമല്ലാതെ അത് അധികരിപ്പിക്കുന്നില്ല. നിഷേധികള് കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ നിഷേധമുണ്ടല്ലോ, സത്യനിഷേധം, അതിന് പല തലങ്ങളുണ്ട്. നമ്മൾ ഈമാനിന് പല തലങ്ങൾ കണ്ടെത്തുന്നത് പോലെ തന്നെ നിഷേധത്തിനും പല തലങ്ങളുണ്ട്. ബുദ്ധിപരമായ വിധത്തിലുള്ള നിഷേധമുണ്ട്, അത് മനസ്സിൽ കാണിക്കുന്ന ഒരു എതിർപ്പും വിദ്വേഷവുമായിട്ട് അത് പ്രകടമായെന്ന് വരാം. പ്രവർത്തനത്തില് അത് നിഴലിക്കുന്ന വിധത്തിലാവാം. അത് സൈനികമായി തന്നെ നമ്മളെ നേരിടുന്ന വിശ്വാസമാർഗത്തിലുള്ള ആളുകളോട് അക്രമം കാണിക്കുന്ന വിധത്തില് രംഗത്ത് വരുന്ന വിധത്തിലാവാം. അപ്പൊ ഈ വ്യത്യസ്തമായ വിധങ്ങളില് ഈ കുഫ്ർ പ്രകടമാകാം. അപ്പൊ അള്ളാഹുവിടെ പറയുന്നത് വലാ യസീദുൽ കാഫിരീന കുഫ്റുഹും, കാഫിറുകൾക്ക് അവരുടെ കുഫ്ർ കൊണ്ട് വർദ്ധിക്കുന്നത് ഇന്ദ റബ്ബിഹിം, അള്ളാഹുവിന്റെ പരിമാണത്തില്, അള്ളാഹുവിന്റെ വിലയിരുത്തലിൽ, അള്ളാഹുവിന്റെ അടുക്കൽ. ഈ കുഫ്ർ കൊണ്ട് കാഫിറുകൾക്ക് എന്താണ് കൂടി കിട്ടുന്നത്, വർദ്ധിച്ചു കിട്ടുന്നത്? അത് ഇല്ല മഖ്ത മാത്രമാണ്. വെറുപ്പ് അല്ലെങ്കിൽ ക്രോധം മാത്രമാണ്. അള്ളാഹുവിന്റെ കോപമാണ്, അള്ളാഹുവിന്റെ വെറുപ്പ് മാത്രമാണ് അവരതുകൊണ്ട് അധികരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നേട്ടമായിട്ട് അവർ കൊയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ മഖ്ത് മാത്രമാണ്. വേറെ ഒന്നും അവരെ സംബന്ധിച്ചിടത്തോളം അതിലൂടെ നേടാൻ കഴിയുന്നില്ല. എന്താ അവർ നേടിയത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ മാത്രം. വേറെ ഒന്നും അവർക്ക് അതിലൂടെ നേടാൻ സാധിക്കുകയില്ല. വലാ യസീദുൽ കാഫിരീന കുഫ്റുഹും ഇല്ലാ ഖസാറ, നിഷേധികൾക്ക് അവരുടെ നിഷേധം കാരണമായിട്ട് നഷ്ടമല്ലാതെ, ഖസാറല്ലാതെ ഒന്നും വർദ്ധിപ്പിച്ചു കിട്ടൂല. അപ്പൊ രണ്ട് വിധത്തിലാണ് അള്ളാഹു ഇവിടെ വിവരിച്ചിരിക്കുന്നത്. നിഷേധികൾക്ക് അള്ളാഹുവിന്റെ അടുക്കല് അവരുടെ കുഫ്ർ കൊണ്ട് ആകെ കൂടിക്കിട്ടുന്ന മഖ്ത് മാത്രമാണ്. മഖ്ത് എന്ന് പറഞ്ഞാൽ വെറുപ്പ് എന്ന് കാണാം, ക്രോധം അല്ലെങ്കിൽ ഗളബ് എന്നൊക്കെയുള്ള നിലക്ക് കാണാം. അപ്പൊ ഇതൊക്കെ വ്യത്യസ്ത ഷെയ്ഡ്സ് ഉള്ള അർത്ഥ തലങ്ങളുള്ള പദമാണ്. അപ്പൊ എന്തായാലും അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് ആകെ വർദ്ധിക്കുന്നത് അള്ളാഹുവിന്റെ കോപം മാത്രമാണ്. അവരുടെ നിഷേധം അടിക്കടി വർദ്ധിപ്പിച്ചുകൊണ്ട് അവര് അത് കൂടുതൽ കൂടുതൽ പ്രകടമാക്കിക്കൊണ്ട് പെരുമാറുമ്പോൾ അതുകൊണ്ട് എന്ത് നേട്ടമാണ് അവർ കൊയ്തത് എന്നത് പരിശോധിച്ചാൽ അള്ളാഹുവിന്റെ അവരോടുള്ള അള്ളാഹുവിന്റെ കോപം അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരുന്നു എന്നതല്ലാത്ത വേറൊരു ഗുണവും അവർക്ക് അതിലൂടെ ലഭിക്കുന്നില്ല. വലാ യസീദുൽ കാഫിരീന കുഫ്റുഹും ഇല്ലാ ഖസാറ. അള്ളാഹു ഒരാളോട് കോപമുള്ളവനായി മാറുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അയാൾക്ക് വലിയ നഷ്ടം ഉണ്ടാക്കുന്നതുമായിരിക്കും. അത് അയാൾക്ക് വലിയ ആഘാതമുണ്ടാക്കി വലിയ ഖസാർ ഉണ്ടാക്കി മാറ്റുന്ന ഒരു സംഗതിയായിട്ടേ കാണാൻ കഴിയുള്ളൂ. അപ്പോ വലാ യസീദുൽ കാഫിരീന കുഫ്റുഹും, കാഫിറുകൾക്ക് അവരുടെ കുഫ്റിലൂടെ ആകപ്പാടെ വർദ്ധിപ്പിച്ചു കിട്ടുന്നത് ഈ നഷ്ടം മാത്രമാണ്, അള്ളാഹുവിന്റെ കോപമാണ് എന്നതാണ് ഇവിടെ അള്ളാഹു വ്യക്തമാക്കുന്നത്. അപ്പോ ഭൂമിയില് അള്ളാഹു ഖലായിഫായിട്ട് നിങ്ങളെ നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അള്ളാഹു ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിനിടയിലായിട്ട്. ഹുവല്ലദീ ജഅലക്കും ഖലായിഫ ഫിൽ അർള്. ഖലീഫ ആവുക എന്നത് അള്ളാഹു ഔദാര്യപൂർവം തന്നിട്ടുള്ള ഒരു അവസരമാണ്. അള്ളാഹുവിന്റെ പ്രതിനിധികളാവുക എന്നത്. ഈ അവസരം നഷ്ടപ്പെടുത്തുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്ന നേട്ടം അള്ളാഹുവിന്റെ കോപം
അതുപോലെ നഷ്ടം, ഇതൊക്കെയാണ് വർദ്ധിപ്പിച്ചുകൊണ്ട് നേടുന്നത്. അള്ളാഹു അവരോട് കൂടുതൽ കൂടുതലായിട്ട് കോപമുള്ളവനാകുന്നു. അവർ കൂടുതൽ കൂടുതൽ നഷ്ടം ഏറ്റുവാങ്ങുന്നവരായി മാറുന്നു. ഇതാണ് അവർക്ക് ആകെയുള്ള അതുകൊണ്ട് ഉണ്ടാകുന്ന നേട്ടം. ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പോ നിങ്ങളെ ഭൂമിയിലെ ഖലീഫമാരാക്കി എന്നത്, ഈ ഒരു കാര്യം ചെയ്തത്, അതിന് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഖിലാഫത്തിന് ഒരു അവസരം തന്നിട്ടുള്ളത് അള്ളാഹുവാണ്. ഇത് ആരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, അതിന്റെ സൂചന എന്താണ് എന്നത് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. രണ്ട് ആംഗിളിൽ ഈ സംഗതിയെ വായിക്കാവുന്നതാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ തലമുറയോടാണ് ഈ കാര്യം പറയുന്നത് എന്ന വിധത്തിൽ ഇതിനെ വായിക്കാം. പിന്നിട്ട പല സമൂഹങ്ങളെയും അള്ളാഹു ഭൂമുഖത്ത് നിന്ന് കൊണ്ടുപോയതിനെ തുടർന്ന് ആ ഭൂപ്രദേശത്തിന്റെ, ആ നാട്ടിന്റെ പിൻഗാമികളും അനന്തരാവകാശികളും പ്രതിനിധികളും ഒക്കെയായിട്ട് അള്ളാഹു പുതിയ തലമുറയെ, ഇന്ന് അവിടെ അധിവസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് ഇത് പറയുന്നത് എന്ന വിധത്തിൽ അതിനെ മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ പൂർവിക സമൂഹം അള്ളാഹുവിന്റെ പ്രതിനിധികളായിട്ട് ഭൂമുഖത്ത് ജീവിച്ചവരുടെ അനുഭവം ഈ പുതിയ തലമുറക്ക് പാഠമാവേണ്ടതുണ്ട്. അവരിൽ ചിലർ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി നന്മയിൽ മുന്നേറുകയും വിജയം വരിക്കുകയും ചെയ്തു. വേറെ ചിലർ ധിക്കാരികളും നിഷേധികളുമായി മാറി വലിയ നഷ്ടം ഏറ്റുവാങ്ങുന്നവരായി മാറിയിട്ടുണ്ട്. അപ്പൊ പൂർവികരുടെ അത്തരം അനുഭവങ്ങളിൽ നിന്ന് യാതൊരു പാഠവും ഉൾക്കൊള്ളാതെയാണോ ഇന്ന് ഈ നാട്ടിൽ, ഈ ഭൂപ്രദേശത്ത് അള്ളാഹുവിന്റെ പ്രതിനിധികളായിട്ട് ജീവിക്കാൻ അവസരം ഉണ്ടായിട്ട് നിങ്ങൾ ആ വിധത്തിലാണോ, അവരിൽ നിന്ന്, പൂർവികരിൽ നിന്ന് യാതൊരു പാഠവും പഠിക്കാതെയാണോ ഇപ്പോ ആ ഇടങ്ങളിൽ, ആ പ്രദേശങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യം. അള്ളാഹുവിന്റെ പ്രാതിനിധ്യം ഏറ്റുവാങ്ങിക്കൊണ്ട് ഭൂമുഖത്ത് ഒരു കാലയളവ് ജീവിക്കാൻ, അള്ളാഹുവിന്റെ ഖലീഫയായിട്ട് ജീവിക്കാൻ അവസരം ഉണ്ടായിട്ട് നിങ്ങൾ ഈ പിന്നിട്ട സമൂഹങ്ങളുടെ തുടർച്ചക്കാരായിട്ടാണ് വന്നത്. എന്നിട്ട് പോലും ആ പരിസരങ്ങളിൽ പലയിടങ്ങളിലായിട്ട് അള്ളാഹു കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് നശിപ്പിച്ച ചില സമൂഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ് സമൂഹം, സമൂദ് വിഭാഗം, മദിയൻ സമൂഹം, ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹം, അതുപോലെ ധാരാളം സമൂഹങ്ങൾ നേരത്തെ അള്ളാഹുവിന്റെ നടപടിക്ക് വിധേയമായവരായിട്ട് ആ പരിസരത്തൊക്കെ ഉണ്ട്. അവരിൽ നിന്നൊന്നും നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ലേ എന്ന ഒരു ചോദ്യം അള്ളാഹു ഉന്നയിക്കുന്ന വിധത്തിൽ ഈ കാര്യത്തെ നമുക്ക് കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ എക്കാലത്തെയും ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ മനുഷ്യരാശിയെ ഒന്നാകെയായിട്ട് കണ്ടുകൊണ്ട് ഭൂമിയിൽ നിങ്ങളെ പ്രതിനിധികളാക്കിയിട്ടുള്ളത് അള്ളാഹുവാണ്, എന്നിട്ട് ആ പ്രാതിനിധ്യത്തിന്റെ മഹത്വം മനസ്സിലാക്കാതെ അള്ളാഹു എത്ര ഉന്നതമായ ഔദാര്യമാണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത് എന്നത് ഉൾക്കൊള്ളാതെ നിഷേധികളായി മാറുകയും ആ അവസരം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുത്തുകയും ചെയ്ത, അള്ളാഹുവിന്റെ കോപം അടിക്കടി വർദ്ധിച്ചു കിട്ടാൻ മാത്രം കാരണമായ അത്തരം ആളുകളുടെ ചെയ്തികൾ തന്നെയാണോ നിങ്ങളും ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം ഇവിടെ പരോക്ഷമായിട്ട് ഉന്നയിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ അള്ളാഹു കാര്യങ്ങളെ സംഗ്രഹിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്, നിഷേധികൾ യഥാർത്ഥത്തില് നരകാവകാശികളായി മാറിയിരിക്കുന്നതും അവരുടെ ആർപ്പുവിളിയും അവരെ അവിടെ നിന്നൊന്ന് പുറത്തു കൊണ്ടുപോയി ഒരവസരം കൂടി അവർക്ക് നൽകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവരുടെ കരഞ്ഞുള്ള പറച്ചിലുമൊക്കെ ഇതിനോട് അള്ളാഹു യാതൊരു നിലക്കും അനുഭാവപൂർവമായിട്ട് പ്രതികരിക്കുന്നില്ല. അത് അവർ അർഹിക്കുന്നത് തന്നെയാണ് എന്ന് പറഞ്ഞു വെച്ചതാണല്ലോ നേരത്തെ. അപ്പോ അങ്ങനെ പറഞ്ഞു വെച്ചതിലെ ശരി തെറ്റുകളെ കുറിച്ച്, അത് ന്യായമാണോ അന്യായമാണോ, നീതിപൂർവകമായോ അല്ലേ തുടങ്ങിയിട്ടുള്ള
ആലോചനകൾ മനുഷ്യന്റെ മനസ്സിൽ തീർച്ചയായിട്ടും രൂപപ്പെടും. ആ ഒരു കാര്യം മനസ്സിൽ തോന്നുന്ന അല്ലെങ്കിൽ രൂപപ്പെട്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല ഉത്ബുദ്ധതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ചു വെച്ച 2 ആയത്തുകളിലായിട്ട് അള്ളാഹു പങ്കുവച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ ആകാശഭൂമികളിലെ സകല നിഗൂഢതകളെ കുറിച്ചുമുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലാണ്, നെഞ്ചകങ്ങളിൽ വരെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള രഹസ്യങ്ങളെ കുറിച്ചുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾ. അതുകൊണ്ട് അതിൽ അനീതിയുണ്ട് അല്ലെങ്കിൽ അന്യായമായ വല്ലതുണ്ട് എന്നൊന്നും നിങ്ങൾ കരുതേണ്ടതില്ല. കാരണം അള്ളാഹുവിന്റെ വളരെ പെർഫെക്റ്റ് ആയ, വളരെ സമ്പൂർണമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടിക്രമങ്ങൾ. മറ്റൊന്ന്, പൂർവിക സമൂഹങ്ങളിൽ നിന്ന് യാതൊരു വിധത്തിലുമുള്ള പാഠം പഠിക്കാനുള്ള സന്നദ്ധതയില്ലാതെയാണ് അവര് ഏതൊക്കെ അബദ്ധങ്ങൾ കാണിച്ചോ സമാനമായ അബദ്ധങ്ങളൊക്കെ ഞങ്ങളും കാണിക്കും എന്ന വാശിയിലാണ് ഈ തലമുറയും മുന്നോട്ട് പോകുന്നത് എന്നൊരു കാര്യമാണ് അള്ളാഹു തുടർന്ന് ബോധ്യപ്പെടുത്തുന്നത്. ആ ഒരു നിഷേധ നിലപാട് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വെറുപ്പ്, അള്ളാഹുവിന്റെ കോപം വർദ്ധിപ്പിച്ചു, നിങ്ങൾക്ക് വലിയ നഷ്ടം അധികരിപ്പിച്ചു എന്നതല്ലാത്ത വേറെ പ്രയോജനമൊന്നും ഈ നിഷേധത്തിന്റെ നിലപാട് കാരണമായിട്ട് അവർക്കുണ്ടാവുന്നില്ല എന്നൊരു കാര്യം കൂടി അള്ളാഹു ഇതിനോട് ചേർത്ത് വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. സൂറത്ത് ഫാത്തിർ 6 ആയത്തുകൾ കൂടിയാണ് ഇനി നമുക്ക് ഈ സൂറത്തിൽ പഠന വിധേയമാക്കാനുള്ളത്. 2-3 ദിവസങ്ങൾക്കുള്ളിലായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും ഈ സൂറത്തിന്റെ പഠനം. അതിനെ തുടർന്ന് നമുക്കൊക്കെ വളരെ സുപരിചിതമായൊരു സൂറത്താണ് വരുന്നത്, സൂറത്ത് യാസീൻ. ഒട്ടുമിക്ക ആളുകളും ഗാർഹികമായ സാഹചര്യങ്ങളിൽ തന്നെ മനപ്പാടാക്കുകയും ആശയം ഉൾക്കൊള്ളുകയൊക്കെ ചെയ്തിട്ടുണ്ടാവാൻ ഇടയുള്ള ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. എന്നാൽ പോലും യാസീൻ വളരെ ഫലപ്രദമായ വിധത്തിൽ പഠനം നിർവഹിക്കാൻ വേണ്ടി നമ്മൾ മാനസികമായിട്ടൊന്ന് സജ്ജരാവുന്നത് നല്ലതാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.